ടൊയോട്ടൻ്റെ വണ്ടിയാണ്. ഇതിൽ ലോഗോ കണ്ടില്ല നിങ്ങൾ? ഈ വണ്ടിക്ക് ഇത് ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ്. ബിസെ അടിപൊളി അടിപൊളി മിസ്റ്റർ ആക്കലാങ്ക. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ബ്രിട്ടീഷുകാരെ കാലത്തുള്ള പാലാണ് കാണുന്നത്. കല്ലായി പാലത്തിനെ പോലെ എനിക്ക് തോന്നിയത്. ഇത് ബന്ധട്ടയിലെ ഒരു പഴയ തറവാട്, 200 കൊല്ലം പഴക്കം, ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നത്. അക്കലങ്ക വണ്ടി എടുക്കുകയാണ് വീട്ടിൽ. അക്കലങ്കൻ്റെ വീടാണ്, എൻ്റെ വീടാണിത്, എൻ്റെ ശ്രീലങ്കയിലെ വീട്. ഗേറ്റ് നമ്മൾ പുറപ്പെടുകയാണ് ഇവിടെ നിന്ന്. ഇന്ന് നമ്മൾ ഒരു ഐലൻഡ് കാണാൻ വേണ്ടി പോവുകയാണ്. കാണാമെന്നല്ല, അത് പറ്റുമെങ്കിൽ അത് ലീസിന് എടുക്കാനും നമ്മളെ ട്രഡീഷണലായിട്ടുള്ള പ്രോജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം, സപ്പോർട്ട് വേണം. പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞാൻ വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകതയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റാരും ചെയ്യുന്നതോ അതോ അല്ലാത്ത വിഷയങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണെന്ന്. നിങ്ങൾക്കറിയോ, ശ്രീലങ്കയും കേരളവും ട്രഡീഷണൽ ആയുർവേദവും ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ശ്രീലങ്കയിലും വിദേശികൾ ആയുർവേദ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. അതറിയോ നിങ്ങൾക്ക്? എസ്പെഷ്യലി യൂറോപ്യൻസ്. നമ്മളെ നാട്ടിലെ കളരി പോലെ തന്നെ ഇവിടെ അങ്കാമ എന്ന പേരിലൊരു സാധനമുണ്ട്, കളരി തന്നെ. പക്ഷേ നാട്ടിലെ പോലെ മർമ്മ ചികിത്സ എന്ന് പറഞ്ഞൊരു സാധനം ഇവർക്കില്ല. അതിവിടെ നടക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അക്കലങ്ക നാട്ടിൽ വന്നിട്ട് എൻ്റെ ആയികയിൽ വന്നിട്ട് മർമ്മ ചികിത്സ 14 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അക്കലങ്കയ്ക്ക് അവിടെ തുടങ്ങണമെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രീലങ്കയിൽ വന്നിട്ട് ഒന്ന് തുടങ്ങാനുള്ള സ്ഥലം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആയുർവേദൻ്റെ ഒരു സ്പാ ഉണ്ട് ഇവിടെ. അത് സത്യത്തിൽ അത് അടിപൊളി, അതായത് പുതിയ ഒരു രീതിയിലാണ്. പക്ഷേ റിയൽ ആയുർവേദമാണ് ചെയ്യുന്നത്. അവിടെ ഫ്രണ്ടിൽ വീഡിയോ യൂട്യൂബ്. വാട്ട്സ് യുവർ നെയിം? നിഷാൻ. പെട്രോൾ പമ്പിൽ ശ്രീലങ്കയിൽ. അയ്യാ, നെയിം? ഭുവാൻ. How many years you working here? 16 years you experience in petrol pump. Now you have Dinesh, you have card system now? Still have card system in Sri Lanka, right? ഇത് ദിനേശ് കേട്ടോ, നമ്മളെ അക്കലങ്കൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. മൂപ്പർക്ക് ടീൻ്റെ എക്സ്പോർട്ടാണ്. 1 liter how much rupees? 435. 435 now. Euro 3. Yeah. Another one? 95, 510, 92, 400 more price. This 300? 35. That one 400. Euro 3. That Euro 4. Okay. We call in India the extreme. ഇപ്പോൾ ഇവിടെ പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. ഹായ്. പക്ഷേ പെട്രോളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ കാർഡ് സിസ്റ്റമാണ് ഇവിടെ. ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനനുസരിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ പെട്രോൾ. പക്ഷേ സാധനം കിട്ടും. 335 സാധാ പെട്രോളിനും 420 95 ഒക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി പെട്രോൾ. 2 ടൈപ്പിലാണ് പെട്രോൾ. ഇത് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്, അതിൻ്റെ വഴിയിലുള്ള സ്ഥലമാണ്. സാറ്റർഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ സ്കൂളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നമ്മളെ മാഹി ഭാഗങ്ങളിലെ പോലെ കടലും പുഴയും അടുത്തിട്ട് ഇങ്ങനെ ഉള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇങ്ങനെ സൈഡിൽ കടലാണ്, ഈ സൈഡിൽ റിവറാണ്. 73 കിലോമീറ്റർ പോകുന്നത്. നല്ലൊരു ഏരിയയാണ്. സത്യത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല രസമുള്ള അർബൻ കൗൺസിൽ കളുത്തര കാണുന്നത് അതന്നെ നല്ലൊരു സിറ്റിയാണ്. സംഭവം ടൂറിസത്തിൻ്റെ ഒരു ക്യാപിറ്റൽ. ശ്രീലങ്കയിലെ മുസ്ലിങ്ങളെ ഏരിയ ആണ് ഇത്. ബേരുവൽ. ഇവിടെ ട്രേഡ് നടക്കുന്നുണ്ട്, പിന്നെ കൂടുതൽ മുസ്ലിങ്ങളാണ്. This Kiehl's, it's a brand in Sri Lankan brand. There's one supermarket group. Kiehl's and Cargill's Food City also. ഈ സ്ഥലം ഞാൻ വന്നു നോക്കാൻ കാരണം നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലുള്ള രീതിയിലുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ കാടും പുഴയും സ്ഥലത്തിലേക്ക് വളരെ സ്പീഡ് ബോട്ട് സർവീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇത് യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർക്ക്, ടൂറിസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
നമ്മൾ കേരളത്തിലും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നമ്മളെ നാട്ടിൽ ഇതൊന്നും ഈ രീതിയിലുള്ളതൊന്നും എവിടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ അടുത്ത് നമ്മളെ ബീച്ചും റിവറും കൂടിയുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. So from here it's go to sea direct. From sea again go to river. From So, sea to river again. It's very special. I don't know how to explain it. That is a traditional. It's a forest, rainforest. I understand. Yeah, we have to go through inside the trees and all. Very special in Then world. crocodile no make problem? No. Then service are coming. Boat Yeah, service coming. If you want, we can go now, but sunshine. My other hotel, my friend having a boat. Here very famous for a water sport. At the spot. Yeah, jet ski and everything. The boat service ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. Something like that. There. Yeah, there is end. Beginning is other side. Okay. There are two cities adjoining from the bridge. Okay. I'll show you. That is very different. I don't know how to explain. You should look it. Okay. You should watch Yeah, it. of course. ഇത് ബീച്ച് ഏരിയ. ബീച്ചിൽ കുളിക്കുന്നത് തന്നെ ഇതാണ് കമ്പനി. ഇത് നോർമലായിട്ട് ബീച്ചിനടുത്ത് ചെറിയൊരു സെറ്റപ്പിൽ, വലിയ അടിപൊളി സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ സംഭവം ഏരിയ അടിപൊളി. കടലിൽ തന്നെ അത് റിവറായിട്ട് മാറാം. ഇവിടെ കുറേ റഷ്യക്കാരൊക്കെ ഉണ്ട്. ഇവിടെ തുറക്കുന്ന സമയം 9:30 to 5 PM. അതാണ് ടൈമിങ്. മഹാരാജ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ആയുർവേദ സെൻറ്റർ തുടങ്ങാനുള്ള സ്ഥലത്തിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഓണറാണ് പുള്ളി. പുള്ളിയായിട്ടൊരു ഡിസ്കഷൻ നടക്കുകയാണ്. എങ്ങനെയാണ് തുടങ്ങുന്നത്, എവിടെ തുടങ്ങാം, എങ്ങനെയാണെന്നൊക്കെ. പുള്ളിയാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ഗൈ ആണ്. അടിപൊളി ആ സമയം. നമ്മൾ ഇവിടെ അതായത് ബീച്ചും റിവറും കൂടിയുള്ള വ്യൂ ആണ്. അതിൽ എന്താണ് ബീച്ചാണ് അപ്പുറമുള്ളത്. ഇത് റിവറിലേക്ക് ഡൈവേർട്ടായി വരുന്നത്. പിന്നെ വ്യൂ കാണാനാണ് പോകുന്നത്. ഇതാണ് ബീച്ചിൻ്റെ വ്യൂ. ബീച്ചാണ്, ഇത് റിവറാണ്. ഇവിടെ ആണ് ശരിക്കും ഇതിൻ്റെ മെയിൻ ഏരിയ ആണ് ഇവിടുത്തെ. പിന്നെ കുളിക്കലൊക്കെ ബെനി ഹോട്ടൽ. ബെൻതോട്ട. Western point, South Province. Means up this one. This one only. Yeah, they have other one see there. Same. There have a hotel anything? No, This they have island? a small temple. Temple only. Temple, yeah. No people, no stay, nothing there. No, nothing. This is all tourist boat area. Okay. In hotel. Tourism area. Yeah. Okay. ഇതിന്റെ ഓണർ അഞ്ജനാട്ടോ. ഇവനൊന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താട്ടോ. Yeah, I am Gulaj from. We are now stay in Alutgama, Kalwamodara. Then this is our area, and this is my Iqbal. No, your name? Yes, my name Iqbal. Iqbal, nice person. Then we are now we stay in the Moragalle beach. There is very famous for tourism also, and our area have lot of tourist hotel. Minimum 120-150 rooms, and lot of Russian people, German people, India, Arabic, lot of people out. Then we are now stay in our that restaurant owned in my brother. That restaurant name. Oh, that is your brother. Yeah. We are also one family. Look like same you. Yeah. Okay. Maharaja. Maharaja. Yeah. At the evening, their table also full. Full. Yeah, lot of come in. Okay. Because, you can come to the evening time. Yeah, they have come down. Very nice place. അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ്. Yeah. അടിപൊളി. Yeah. We say അടിപൊളി. Adipuli. Thank you. ഇളനി കട്ടിങ്. Your good name?
Dinesh Priyankara D. Silva. Dinesh. ബിഫോർ ഇത് മുന്നേ ശ്രീലങ്ക മിസ്റ്റർ ശ്രീലങ്ക ആണ് 2009. 2009 Yeah. ഓക്കെ നമ്മളിവിടെ നിന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. And a windsurf. സന്തോഷം. എല്ലാവരുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മളെ റിസോർട്ടിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് സംസാരിക്കുന്നതാണ്. നമ്മുടെ സിസ്റ്റർ കണ്ടുപോലെ എല്ലാ ആൾക്കാരും Village. ഓക്കെ സന്തോഷം. Namaste. ഓക്കെ താങ്ക് യു. Dinesh, Okay, we are sure. looking actually, we want to find the അപ്പോൾ ഇത് കഴിഞ്ഞിപ്പോൾ പോന്നപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് പോന്നപ്പോൾ ഇവർ പറഞ്ഞ് റിവറിൻ്റെ അടുത്തായിട്ട് ഒരു കാലി സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്ന് നോക്കുക കേട്ടോ. ഇവിടെ വ്യത്യാസമായിട്ടൊരു സാധനം ഞാൻ കണ്ട്. ഇത് തെങ്ങിൻ്റെ തൈയല്ല ഇത്, പക്ഷെ തെങ്ങിൻ്റെ തൈയുമായിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് തെങ്ങിനില്ല, പക്ഷെ തെങ്ങിൻ്റെ തൈയുമാതിരി തന്നെ അതിൻ്റെ ഇതൊക്കെ ഓലയൊക്കെ ഫുള്ള് മറ്റീൻ്റെ ഇത് തന്നെ, മറ്റീൻ്റെ സാധനങ്ങളും ബാക്കിയുള്ളതൊക്കെ ആയിട്ട്. നാട് തന്നെ എന്താ സംശയമുള്ളത്, എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇവിടെ ശ്രീലങ്ക ആണെന്നുള്ളൂ. നമ്മളെ ചളിയുള്ള ചാലി. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബന്ധട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൂടെ കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ബ്രിട്ടീഷുകാരെ കാലത്തുള്ള പാലാണ് കാണുന്നത്. കല്ലായി പാലത്തിനെ പോലെ എനിക്ക് തോന്നിയത്. മിസ്റ്റർ ആക്കലാങ്ക ഇവർ ഓടി 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 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും വേറൊരു സ്ഥലം കാണുകയാണ്. ശരിക്കും നമ്മളെ കേരളം തന്നെ, എസ്പെഷ്യലി നമ്മളെ കോഴിക്കോട് പോലത്തെ സ്ഥലം. ഇത് ബന്ധട്ടയിലെ ഒരു പഴയ തറവാട്, 200 കൊല്ലം പഴക്കം, ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നത്, 5ഓ 6ഓ തലമുറകളായിട്ട് കൈമാറിപ്പോയിരുന്ന് താമസിക്കുന്ന. എനിക്കത് നമ്മളെ കുറ്റിച്ചിറ പോലെ തന്നെ തോന്നി. കടലിൻ്റെ അടുത്തായിട്ടൊരു വീടും ആ ഒരു കൂട്ടമായിട്ടുള്ള താമസവും സിസ്റ്റമൊക്കെ ഇപ്പം നമ്മളെ നാട്ടിൽ കുറ്റിച്ചിറാണല്ലോ ഉള്ളത്. ഇതിൻ്റെ ഓണറാണ്. യുവർ നെയിം? Samir. Sami. Okay. This place name? Igba. No, this place name? Place name is Mahagedra. It's a Kalwa Modada. Aludda. Tourism area. Old home system. Ceiling 200 years. 200 വർഷം പഴക്കമുള്ള ശ്രീലങ്കയിൽ. Or wooden work pattern. Yes. Upstairs also have? Upstairs. Doesn't matter. Oh, okay. ഇത് വർക്ക്, മരത്തിൻ്റെ വർക്ക്, അന്നുള്ള വർക്കുകളാണ്. ഇതൊക്കെ സീലിങ്ങും കാര്യങ്ങളും. This also wood, right? Yeah. ഇത് മരം നമ്മളെ പോക്കന്നെ. That's upstairs. Ethodi saundari inna fullavanda. ഇവിടെ ഇവർ നക്ഷത്രാമുണ്ടല്ലോ, ഇതിനെ പോറ്റുന്നുണ്ട് കേട്ടോ. അന്ന് മുതലേ പണ്ട് മുതലേ പോറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വകാര്യമായിട്ടാണ് ഇവർ പോറ്റുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ അതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡ് കണ്ടപ്പോൾ എടുത്തതാണ് അത്. അപ്പോൾ ഇത് ആരും കാണിക്കാറൊന്നുമില്ല. ഇവർ പാരമ്പര്യമായിട്ട് ഇതുണ്ടായാൽ, ഇത് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഓൽക്കൊരു വിശ്വാസമാണ് ഇത് എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും വീടിന് എന്നുള്ള ആ രീതിയിലാണ് ഇപ്പോൾ ഓലിനെ വളർത്തുന്നത്. ഈ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മളെ നാട്ടിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഫാമിലിക്കോ ഒരു പെണ്ണുങ്ങൾക്കോ ആർക്കും തുടങ്ങാൻ പറ്റുന്ന. കാരണം ഇതേപോലെയുള്ള ഒരു പുഴയും അതിൻ്റെ കരയും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളൂ. ഇവിടെ റെസ്റ്റോറൻറ്റ് ഇതാണ് നമ്മളെ അവിടുത്തെ ചളിക്കൂട്ടത്തിൻ്റെ അവിടെ. ഇതേമാതിരി ഒരു വഴിയിട്ട് തുറന്നാൽ ബോട്ടിംഗ് ഒക്കെ കണ്ടോ. ഇതാണ് നാച്ചുറൽ ടൂറിസം. ഇതിൻ്റെ സൈഡിലൂടെ റെസ്റ്റോറൻറ്റ് തുറന്നു. ഈ സ്ഥലം കണ്ടപ്പോൾ നമ്മളെ നാട്ടിലെ കാപ്പാട് പൂക്കാട് ഭാഗത്ത് കൂടിയ പോകാമെന്ന് എനിക്ക് തോന്നിയിട്ടോ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഹോട്ടലിലല്ല താമസിക്കുക. ഇവിടെ കുറേ ഫ്ലാറ്റ് വീടുകൾ ഇങ്ങനെ മാസ വാടക കൊടുക്കുന്നുണ്ട്. 3 മാസം 6 മാസം കൊല്ലങ്ങളോളം നിൽക്കുന്ന യൂറോപ്യൻസൊക്കെ ഉണ്ട് ഇവിടെ. കുടുംബസമേതം വന്ന് നിൽക്കും. അധികവും ജർമ്മനിയും പോർച്ചുഗലും ഓസ്ട്രിയയും യൂറോപ്പിലെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ പരിചയപ്പെട്ട് നോക്കുമ്പോൾ. ഞാൻ പിന്നെ ഓരോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർക്ക് വലിയ മൂഡ് കാണാത്തതുകൊണ്ട് എടുക്കാണ്ടെന്നാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ വന്ന് താമസിക്കുക എന്നുള്ളത്. ഈ റോഡിൻ്റെ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന
അതിൻ്റെ തൊട്ടപ്പുറം കണ്ടില്ല നിങ്ങളിങ്ങനെ ഒരു സിഗ്സാക്ക് ആയിട്ടുള്ള അതിൻ്റെ സൈഡിൽ വണ്ടി ഒരുക്കിയ പോലും അതിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഇവിടെ ടീൻ്റെ ഹോൾസെയിൽ ഷോപ്പാണ്, നാഷണൽ ബാങ്ക്. ഇതാണ് ഞാൻ ഇന്നലെ നിന്നത്, ഇക്കടുവ ബീച്ച് ഹോട്ടൽ. നല്ല ഹോട്ടലാണ്, ഫാമിലി ഒന്നിച്ചിട്ട് വന്നിട്ട് കൂടുന്നൊക്കെ ഒരു ഷോപ്പാണ്. ഇത് ദിനേശിൻ്റെ വണ്ടി, ടൊയോട്ടൻ്റെ വണ്ടിയാണ്. ഇതിൽ ലോഗോ കണ്ടില്ല നിങ്ങൾ, ഈ വണ്ടിക്ക് ഇത് ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ്. വണ്ടീൻ്റെ ലോഗോ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ബാക്കിൽ ലോഗോ ഉണ്ട്, ടൊയോട്ടൻ്റെ ലോഗോ. നല്ല അടിപൊളി വണ്ടി. ഇതിൻ്റെ പേര് ഹരിയർ. അപ്പോൾ വൈകുന്നേരമായി. ഇപ്പോൾ നമ്മൾ അക്കലങ്ക ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് പോകാം കേട്ടോ, ചായപ്പൊടീൻ്റെ. ടൂറിസ്റ്റുകൾ ഒരുപാട് വന്ന് വാങ്ങുന്ന സ്ഥലം അത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ 250ഓളം ഫ്ലേവറിൽ ടീ ഉണ്ടാക്കി വെക്കുന്ന അക്കലങ്ക പറഞ്ഞു. കണ്ടോളൂ നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കാം കേട്ടോ. മറ്റൊരു കാഴ്ചയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.